ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് പാൻറ്റിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, നമുക്ക് എളുപ്പമാണ് സ്ട്രെയിറ്റ് പാൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒറ്റ കട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്ട്രെയിറ്റ് പാൻറ്റ് ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന സ്ട്രെയിറ്റ് പാൻറ്റ്. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. നമുക്ക് കാലൊക്കെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ. എനിക്കൊരു പിടുത്തമില്ല, നമുക്ക് ആ ക്രോച്ചൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരും. അപ്പോൾ 2 മീറ്റർ തുണി മതി നമുക്ക്. അതേത് തുണിയിലായാലും നമുക്ക് ആ നല്ല കട്ടിയുള്ള ഒരു തുണി എടുത്തിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും എപ്പോഴും പറയും സ്പീഡ് കുറച്ച് പറയണമെന്ന്. അപ്പോൾ അതെപ്പോഴും എൻ്റെ വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്പീഡ് ഇത്തിരി കൂടുതലാക്കി പോവാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് നന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുനോക്കുക. അപ്പോൾ അത്രയും സുഖമാണ് ഞാനിത് ഇട്ട് കാണിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആദ്യമായിട്ട് ഞാനിതൊന്ന് പേപ്പറിൽ കാണിച്ചു തരാം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് മെഷർമെൻറ്റുകളല്ല കേട്ടോ. അപ്പോൾ ഒരു മെയിൻ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള എടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ളത് എടുക്കുക. അപ്പോൾ ഈ വേസ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞ ഒരളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വേസ്റ്റ് അല്ല. 14 ഇഞ്ച് ലെങ്ത്ത് പോലെ വരുന്ന വേസ്റ്റ് അല്ല. നമ്മുടെ എവിടെയാണോ പാവാട അത് പാൻറ്റ് കെട്ടണത് ആ ഒരു ഭാഗത്തെ ചുറ്റളവ് ചുറ്റിയെടുക്കുക. ആ ഒരു ഭാഗത്ത് എനിക്ക് വരുന്നത് 44 ഇഞ്ചാണ്. അപ്പം നമ്മൾ ഹിപ്പ് എന്നും പറയും കേട്ടോ. ഹിപ്പ് എന്നാണ് പറയാം. അതിൻ്റെ ക്രോച്ച് പിന്നെ വരുന്നത് ക്രോച്ച് ലെങ്ത്. നമ്മൾ ഇരിക്കുമ്പോഴും ഒക്കെ പാൻറ്റ് ഇടുമ്പോൾ നമുക്കൊരു പിടുത്തം വരാതിരിക്കില്ല. ആ ഒരു ഭാഗം അത് കറക്റ്റ് ആവണം. ക്രോച്ച് ലെങ്ത് കറക്റ്റ് ആവണം കേട്ടോ. അപ്പോൾ ക്രോച്ച് ലെങ്ത് പിന്നെ നമുക്കിപ്പോൾ വേസ്റ്റിൻ്റെ അളവ് എങ്ങനെ എടുക്കണം നോക്കാം. അപ്പോൾ 44 ഇഞ്ചാണ് എനിക്ക് വേസ്റ്റ് വരിക. ഓരോരുത്തരുടെയും എടുക്കുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ ലൂസ് കൂട്ടട്ടെ. അതെല്ലാവരും 2 ഇഞ്ച് തന്നെ കൂട്ടിയാൽ മതി, വേറെ പ്രത്യേകിച്ച് ഇത് വേണ്ട. അപ്പോൾ 2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ ഓരോരുത്തരുടെ അളവിൻ്റെയും കൂടെ കൂട്ടിയിട്ട് അപ്പോൾ എനിക്ക് വരുന്നത് 46 ഇഞ്ച് വരും. അപ്പോൾ അതിൻ്റെ കൂടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് വരുന്നത് 11.5 അപ്പോൾ വേസ്റ്റിൻ്റെ ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണെന്നൊരു ചെറിയ ഫോർമുല വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വേസ്റ്റിൻ്റെ ഇത് കിട്ടിയല്ലോ. അപ്പോൾ വേസ്റ്റ് നമ്മൾ 44 കിട്ടിയത്. അപ്പോൾ ആ വേസ്റ്റിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 3 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് എല്ലാവർക്കും. അപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെ വേസ്റ്റ് വെച്ചിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്രോച്ചിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വരുന്നത് 14.67 എനിക്ക് വരിക. അപ്പോൾ ഓരോരുത്തരുടെ അളവ് എടുത്തിട്ട് അത് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ഫുൾ ലെങ്ത്ത് എടുക്കുമ്പോൾ തുണി ഫോൾഡ് ചെയ്തത് ഇങ്ങനെ ഇടും കേട്ടോ. വരയ്ക്കുമ്പോൾ അതേപോലെ അവിടെ ഫുൾ ലെങ്ത്ത് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മളിവിടെ കൊടുക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് തുണിയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് പേപ്പറിലൊന്ന് കാണിച്ചു തരാം. ഈ ഭാഗം നമ്മുടെ വേസ്റ്റിൻ്റെ 11.5 നമ്മൾ അടയാളപ്പെടുത്തി വെച്ചല്ലേ, ആ ഭാഗത്ത് വരും. നമുക്ക് ക്രോച്ച് എന്ന് പറയുന്നത് അവിടെ വേസ്റ്റ് കേട്ടോ. പിന്നെ അതുപോലെ ക്രോച്ച് ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ആ വേസ്റ്റിൻ്റെ അവസാനിപ്പിച്ച ആ ഒരു ഭാഗമല്ലേ, ആ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് എവിടെയാണോ 14.67 വരുന്നത് ആ ഒരു ഭാഗത്താണ് നമുക്കിതാ ക്രോച്ചിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ഞാൻ തയ്ച്ച ഈ സ്ട്രെയിറ്റ് പാൻറ്റ് കറക്റ്റായിരുന്നു കേട്ടോ എനിക്ക്. വേണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് കേട്ടോ. ഇതുപോലെ നമുക്ക് 14.67 കിട്ടും. അതിനുശേഷം നമ്മളൊരു 2 ഇഞ്ച് ഓരോരുത്തരുടെ സൈസിനനുസരിച്ച്. ഇപ്പോൾ ഇത് വലിയ സൈസാണ്, അപ്പോൾ ഞാൻ 2.5 എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇപ്പോൾ ചിലവർക്ക് ഇതിലും കുറഞ്ഞ സൈസുകൾക്കൊക്കെ 2 എടുത്താലും കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ഇത് ഞാൻ 2.5 എടുത്തു. എന്നിട്ട് നമ്മളൊന്ന് ചെരിച്ച് വരച്ചു കൊടുത്തു. ഇതിപ്പോൾ ഇത്തിരി വലിയ സൈസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് ഇതുപോലെ കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് ഉപ്പുറ്റിയുടെ ഒരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഉപ്പുറ്റിയുടെ ഭാഗം നമ്മുടെ താഴത്തൊരു ഭാഗം എത്രയാണോ വേണ്ടത്, അപ്പോൾ ഞാൻ റൗണ്ട് വെച്ചിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. നമ്മുടെ ടേപ്പ് ചുറ്റിയിട്ട് എടുക്കുക. അതിൻ്റെ ആ മെഷർമെൻറ്റ് ഞാൻ ഇതിൽ പറഞ്ഞുതരാം, തുണിയിൽ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അത് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫുൾ ലെങ്ത്തും വേസ്റ്റും ക്രോച്ചും പിന്നെ ആ ഉപ്പുരിയുടെ നമ്മുടെ ഏറ്റവും താഴെയുള്ള ഭാഗമില്ലേ, അപ്പം നമ്മുടെ കാലിൻ്റെ ഭാഗം അവിടെ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ തുണിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ അവിടെ നമുക്ക് 6 or 7 വരും കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അളവുകൾ. ഇത് നമുക്ക് തുണിയിലേക്ക് നോക്കാം. അപ്പോൾ ഇത് 2 മീറ്റർ തുണി നമുക്ക് മതി. ഇതിപ്പോൾ ഞാനൊരു വീതി കുറഞ്ഞ തുണിയാണ്, 33 ഇഞ്ച് വീതിയുള്ളത്. അതുകൊണ്ട് ഞാൻ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ശരിക്കും 2 മീറ്റർ മതി. ഒരു 44 ഇഞ്ചിലൊക്കെ ആകുമ്പോൾ മതിയാവും. ഇതുപോലെ ഈ ഒരു ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്. ഇതിൽ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ തുണി മടക്കാമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാൻ വീതിയാണ് കേട്ടോ. വീതി കുറവാണത് ഇങ്ങനെ കാണിച്ചു തരാണ്. വീതി കുറവാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ മടക്കാൻ പറ്റില്ല. തുണി നമുക്ക് ലെങ്ത്ത് കിട്ടില്ല പാൻറ്റിന്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ മറ്റോണം മടക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൽവാറിനൊക്കെ മടക്കില്ലേ, 4 ഫോൾഡായിട്ട് നമ്മളിത് ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മടക്കിയെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ലെങ്ത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു 37 ഇഞ്ചൊക്കെ ലെങ്ത്ത് എനിക്ക് വരും ഇതിന്. അപ്പോൾ നമ്മളിതുപോലെ എടുക്കുക. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാറ്റിയിടണം കേട്ടോ. അപ്പോൾ ഏറ്റവും മുകളിൽ ഫോൾഡഡ് സൈഡിൽ തന്നെ നമ്മളിത് ഇതുപോലെ 2 ഇഞ്ച് മാറ്റിയിടുക കണ്ടോ. ഇതുപോലെ 2 ഇഞ്ച് മാറ്റിയെടുത്തു. അതിനുശേഷം നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് ആ 2 ഇഞ്ചിന് ശേഷം. അപ്പോൾ ഞാൻ 35 ഇഞ്ച് ലെങ്ത്ത്, ആ 2 ഇഞ്ചിന് ശേഷം 35 ഇതുപോലെ അടയാളപ്പെടുത്തി വരച്ചു. 35 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, 2 ഇഞ്ച് കൂട്ടാതെ.
അതിനുശേഷം താഴേക്ക് നമ്മളൊന്ന് മടക്കി ഒരു സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വീതിയിൽ എടുക്കുന്നുണ്ട്. 3 ഇഞ്ച് ഞാൻ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു. കണ്ടോ? ബാക്കിയുള്ള ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് കളയാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്ര തുണി മതി കേട്ടോ എനിക്ക്. അപ്പോൾ അതുപോലെ ഞാനത് മാറ്റിയെടുത്തു. അതിനുശേഷം ഇതിപ്പോൾ 2 മീറ്ററിലാണ് കേട്ടോ. അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 2 മീറ്റർ തന്നെ ഉള്ളൂ. ബാക്കി കുറച്ച് തുണി ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ എൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പേപ്പറിൽ അളന്നെടുത്തില്ലേ, അത് 11.5 ഇങ്ങനെ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് വരുന്നത് 11.5 അപ്പോൾ അത് വേസ്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ആ വേസ്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇനി നമുക്ക് വരണത് ക്രോച്ചിൻ്റെ ലെങ്ത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 14.67. അപ്പോൾ അതെ ആ ഒരു വേസ്റ്റിൻ്റെ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ 14.67 എവിടെയാണോ പറഞ്ഞത് അവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പേപ്പറും കൂടി കാണിച്ച് പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കും പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ 2.5 ഇഞ്ച് നമ്മൾ പറഞ്ഞല്ലോ എക്സ്ട്രാ 2.5 ഇഞ്ച് ക്രോച്ചിൻ്റെ ആ ഭാഗത്ത് ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ അവിടെ ഒരു പിടുത്തല്ലാണ്ടാവും നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ. കണ്ടോ? ഇതിൽ അത് മാത്രമാണ് പ്രത്യേകമായിട്ടുള്ളത് കേട്ടോ ഇതിൽ. കണ്ടോ? അപ്പോൾ ആ ഒരു ഇത് ശ്രദ്ധിച്ചോ. ഇനി അതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ആ 2.5 ഇഞ്ചിൻ്റെ എക്സ്ട്രാ അറ്റം വരെ നമ്മൾ എടുക്കുക. അതിൻ്റെ പകുതി കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ 15 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 7.5 അല്ലേ. അപ്പോൾ ഞാൻ 7.5 ഇഞ്ച് 7.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുക കേട്ടോ. അത് ആ 7.5 ഇഞ്ച് നമുക്കൊരാവശ്യമുണ്ട്. നമുക്ക് 7.5 അപ്പോൾ നമുക്ക് ആ സെൻറ്റർ നമ്മളവിടെ അടയാളപ്പെടുത്തി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആ 7.5 ഇഞ്ച് അതേ 7.5 ഇഞ്ച് തന്നെ നമ്മൾ എടുത്തിട്ട് താഴോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ആ ഒരു ലൈനിൽ നമ്മുടെ ഈ ഒരു ലൈനിൽ നമ്മൾ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കുക. കണ്ടോ? 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് ആ ഉപ്പൂറ്റിയുടെ ഭാഗം ഞാൻ പറഞ്ഞല്ലോ അടിഭാഗത്ത് ഞാൻ എടുക്കുന്നത്, ഞാൻ ഇത്തിരി എനിക്ക് ലൂസ് വേണം കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 16 ഇഞ്ചിൻ്റെ അടുത്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ലൂസ് വേണം. കണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ 14 ഒക്കെ എടുക്കാം. ഞാനൊരു 16 ഇഞ്ച് എടുക്കുന്നുണ്ട്, കുറച്ചൊന്ന് ലൂസായി കിടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 8ആണ് അതിൻ്റെ പകുതി. അതിനെ വീണ്ടും പകുതി വെക്കുക. അങ്ങനെയാണ് അവിടുത്തെ കണക്ക് വരിക. കണ്ടില്ലേ? അപ്പോൾ ആ 8 ഇഞ്ചിൻ്റെ നമുക്ക് 8 ഇഞ്ചാണല്ലോ. അപ്പോൾ ഒരു 4 ഇഞ്ച് ഇപ്പുറത്തോട്ട് സെൻറ്ററിൽ നിന്ന് അപ്പുറത്തോട്ട് 4 ഇഞ്ച് അങ്ങനെയാണ് കണക്ക്. അപ്പോൾ നമ്മളിത് ഇതുപോലെ 4 ഇഞ്ച് വീതം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. നമ്മളിവിടെ സെൻറ്ററിൽ ഒരു ലൈൻ വരയ്ക്കണം കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇതൊക്കെ കണക്ട് ചെയ്യുക. ഈ പോയിൻ്റ് ഇതിനോട് കണക്ട് ചെയ്യുക, ആ പോയിൻ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് താഴേക്ക് നമ്മൾ ആ ഒരു 3 ഇഞ്ച് കൊടുത്തില്ലേ, അവിടേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. നമുക്കൊന്ന് മടക്കി തയ്ക്കാനുള്ളതാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് മാത്രം ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് സീം അലവൻസ് എടുത്തിട്ടില്ല കേട്ടോ. ക്രോച്ചിൻ്റെ ഭാഗം മാത്രം ആ ഒരു ഭാഗത്തെ മുകളിലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ആ 2 ഇഞ്ചിൽ നിന്ന് താഴോട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വരിക കേട്ടോ. ഞാനത് വീഡിയോയിൽ കാണില്ല, അതുണ്ട് കണ്ടാവും. അപ്പോൾ അതാ ഇതുപോലെ നമ്മളതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ഫോൾഡഡ് സൈഡ് ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? നമ്മുടെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യട്ടെ അടിഭാഗം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗം നമ്മൾ സെൻറ്റർ കട്ട് ചെയ്യണം കേട്ടോ. നമുക്കവിടെ സെൻറ്റർ കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 2ൻ്റെയും ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും കണ്ടോ ഒരു 4 പീസ് നമുക്ക് കിട്ടും. കണ്ടോ? 4 പീസ്. ഇതിൽ 2 പീസ് ബാക്കായിട്ട് നമുക്ക് എടുക്കാം. അപ്പം അത് നമ്മൾ ബാക്ക് പാർട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. 2 പീസ്. അപ്പോൾ അതേപോലെ നമ്മൾ 2 പീസ് ബാക്ക് പാർട്ടിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ ഒരു കാര്യം ചെയ്യണം. നമ്മൾ 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് നമ്മുടെ ആ ക്രോച്ചിൻ്റെ ഭാഗത്തിൽ ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. അപ്പോൾ ക്രോച്ചിൻ്റെ ആ ഭാഗത്തു നിന്ന് ഈ ഒരു ഭാഗത്തു നിന്ന് ക്രോച്ചിൻ്റെ ആ ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക. കണ്ടോ? ഇത്രയേ വേണ്ടൂ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിപ്പോൾ ഇങ്ങനെ എല്ലാ പാൻറ്റിലും ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോഴാണത് ശരിയാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് നമ്മൾ വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ നമ്മൾ എങ്ങനെ തയ്ക്കാൻ റൈറ്റ് സൈഡും ഒരുമിച്ച് വയ്ക്കുക, നല്ല പുറങ്ങളും ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ചീത്ത പുറത്തോടെ നമ്മൾ തയ്ക്കുക കേട്ടോ. അത് ഫ്രണ്ട് ഭാഗത്തിൻ്റെയാണ് ഞാൻ ഈ പറയണത്. അതിൻ്റെ റോങ് സൈഡുകൾ, അതായത് ചീത്ത പുറങ്ങൾ ഒരുമിച്ച് വെച്ച് നമ്മുടെ ആ ക്രോച്ചിൻ്റെ ആ ഒരു കർവ് ഷേപ്പിൽ അവിടെ വരെ നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കണം, അറ്റം വരെ കേട്ടോ തയ്ച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിൻ്റെയും നമ്മളിതുപോലെ ബാക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. കണ്ടോ? ഞാൻ റൈറ്റ് സൈഡ് ഒരുമിച്ച് വെച്ചിട്ട് നമ്മളത് ഇതുപോലെ റോങ് സൈഡിൽ തയ്ച്ചു വരിക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ തയ്ച്ചു കൊണ്ടുവന്നിട്ട് കേട്ടോ ഫ്രണ്ട് സൈഡിൻ്റെ. കണ്ടോ? ഫ്രണ്ടും തയ്ച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്കും ഇതുപോലെ രണ്ടും ആ ഒരു ഷേപ്പ് വരെ നമ്മൾ ആ ഒരു കർവ് ഷേപ്പില്ലേ അവിടെ വരെ നമ്മൾ തയ്ച്ചു കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മലർത്തി ഇങ്ങനെ ഇടുക കേട്ടോ. അത് അപ്പോൾ അതുപോലെ നിവർത്തിയിട്ടിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കണം. ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക. 1/2 ഇഞ്ച് മടക്കി ഇതാ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ മടക്കി വരിക കേട്ടോ. കണ്ടോ? എന്നിട്ട് നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുക. കണ്ടോ? അതുപോലെ അപ്പുറം തയ്ച്ചു കൊടുക്കുക. ഒന്ന് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ ഈ അറ്റത്തെ ഭാഗം ഇത് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചു കൊടുക്കുക. നമ്മളവിടെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ലോക്ക് ചെയ്യണ ആ ഒരു ഭാഗം വരെ ലോക്ക് ചെയ്ത് നിർത്തുക. ബാക്കി നമ്മൾ സ്ലിറ്റ് ആട്ടോ നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ അതുപോലെ ആ ഒരു ഭാഗം നമ്മൾ തയ്ച്ച് ആ സ്ലിറ്റിൻ്റെ ആ ഭാഗം വരെ നമ്മൾ തയ്ച്ച് ലോക്ക് ചെയ്ത് നിർത്തട്ടെ. സ്ലിറ്റ് അവിടെ നമുക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്തോടെ നമ്മൾ ഉള്ളിലോട്ട് എല്ലാ അരയിഞ്ചിൽ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ഇതുപോലെ ആ ക്രോച്ചിൻ്റെ ഭാഗങ്ങളും ഈ ഒരു ഭാഗത്ത് നമ്മൾ അവിടെ നിർത്തിയേക്കാണ്. നമുക്ക് സ്ലിറ്റ് ഇടാൻ ഞാൻ പറഞ്ഞില്ലേ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഭാഗം കണ്ടോ. ഒരു ഭാഗം ഫുള്ള് തയ്ച്ച് ഒരു ഭാഗം നമുക്ക് സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഈ ലാസ്റ്റിക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എനിക്ക് 44 ഇഞ്ചല്ലേ ഫുള്ള് റൗണ്ട് വരുന്നത് എൻ്റെ മെഷർമെൻറ്റ് ഹിപ്പിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ ഒരു 8 ഇഞ്ചോ 9 ഇഞ്ചോ 10 ഇഞ്ചോ കുറവ് വരെ എടുക്കാം കണ്ടോ. അപ്പോൾ ഞാനിത് കണ്ടില്ലേ, ഞാൻ ഇലാസ്റ്റിക് മുറിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ 36 ഇഞ്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. മുറിച്ച് വെച്ചിരിക്കുകയാണ് റൗണ്ട്. നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തം 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മൊത്തം 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ പോയിൻ്റൊക്കെ പോയില്ലേ, അപ്പോൾ നമ്മൾ വീണ്ടും അതൊന്ന് പിടിച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ ഇതുപോലെ മടക്കി ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് നമുക്ക് നല്ലത്. എന്നിട്ട് നമ്മൾ ഈ ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ നോക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടും നമുക്ക്. കാരണം 1.5 ഇഞ്ച് ഇലാസ്റ്റിക് 2 ഇഞ്ചാണല്ലോ നമ്മൾ തയ്ക്കാനിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു 1/2 ഇഞ്ചിലൊന്ന് മടക്കുമ്പോൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. അത് ഇതുപോലെ ഒന്ന് തയ്ച്ചു. ഇനി ആ സെൻറ്ററിൽ ഇലാസ്റ്റിക് ഞാൻ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നേക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ തയ്ക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് തയ്ച്ചിട്ട് ഇലാസ്റ്റിക് കടത്തിയാലും മതി, കുറച്ച് ഭാഗം ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെ വെച്ച് ഞാൻ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ മൊത്തമായിട്ട് തയ്ച്ചിട്ട് ഇലാസ്റ്റിക് ഒരു ചെറിയ ഭാഗത്തോടെ കടത്തിയെടുത്താലും മതി. ഞാൻ മൊത്തം ഇലാസ്റ്റിക് ഇങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ നമ്മൾ അതിൻ്റെ ആ പ്ലീറ്റ്സൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുമിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാം റെഡിയാക്കിയിട്ട് ആ നടുവിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് വലിച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഒരു മുറുക്കം കിട്ടും, പിന്നെ ഒരു ഭംഗിയും കിട്ടും അതിന് കേട്ടോ. അപ്പോൾ അതുപോലെ കുറച്ചൊന്ന് വലിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ, കണ്ട ഇതിപ്പോൾ റെഡിമെയ്ഡ് പോലെ തന്നെയാട്ടോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ അപ്പോൾ നല്ല ഒരു കട്ടിയുള്ള തുണി എടുക്കണം എന്നാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് ആ സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തിയിട്ടില്ലേ, അപ്പോൾ നമ്മളിവിടെ സ്ലിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൽവാറിനൊക്കെ നമ്മൾ സ്ലിറ്റ് അടിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ച് വീണ്ടും 1/4 ഇഞ്ചിൽ ഒന്നും കൂടി മടക്കുക. കണ്ടോ ഇതുപോലെ നമ്മളൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ ആ അറ്റത്തുനിന്ന് നമ്മൾ തയ്ച്ചു വരാം, അതിൻ്റെ മുകളിൽ നിന്ന് കണ്ടോ. ഒന്ന് മടക്കി നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത് അറിയാലോ. അത് അറിയാത്തവർക്ക് വേണ്ട, അതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു തെറ്റത്തെ ഭാഗത്തോടെ കൊണ്ടുവന്ന് നടുവിൽ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തി ഒന്ന് ചെരിച്ച് തയ്ച്ചിട്ട് ഇപ്പുറത്തോടെയും കൂടി ഒന്ന് തയ്ച്ചു വരാം കേട്ടോ. ഇതുപോലെ ആ സെൻറ്ററിൽ കൊണ്ടുവന്ന് ഇതിലോട്ടൊന്ന് മടക്കി ഇപ്പുറത്തോട്ടൊന്ന് മടക്കി വെച്ചാൽ മതി. ഇതുപോലെ രണ്ടായിട്ട് മടക്കി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ തയ്ച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കവിടെ ഒരു സ്ലിറ്റായി കണ്ടോ. സ്ലിറ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് ഇപ്പോൾ നമുക്ക് സാധാരണ പോലെ നോർമലായിട്ട് തയ്ച്ചെടുക്കും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ തയ്ച്ചു എന്ന് മാത്രം കണ്ടോ. ഇതുപോലെ ആണ് പാൻറ്റ് വരിക. വളരെ ഇപ്പോൾ ഞാൻ എത്ര ഇതായിട്ട് പറയുന്നുണ്ട്, ഞാനത് ഇട്ടപ്പോൾ എനിക്ക് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ